ഇനി സുരേഷ് ഗോപിയോട് 2023 സെപ്റ്റംബറിൽ സർക്കാർ വിജ്ഞാപന പ്രകാരം ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. എന്തുമാത്രം വിട്ടുതരങ്ങളാണ് BJPയുടെ മുതിർന്ന നേതാക്കൾ പൊതുസ്ഥലങ്ങളിലും പൊതുപരിപാടികളിലും വിളമ്പുന്നത്. ഈ അടുത്തിടെയല്ലേ ബഹിരാകാശ വാരാഘോഷങ്ങളെ തുടർന്ന് ഹിമാചൽ പ്രദേശിലെ ഒരു സ്കൂളിൽ പോയി മുൻ കേന്ദ്രമന്ത്രിയും BJP MPയുമായ അനുരാഗ് ഠാക്കൂർ ആദ്യ ബഹിരാകാശ സഞ്ചാരി ഹനുമാനാണെന്ന് വിളമ്പിയത്. യഥാർത്ഥത്തിൽ ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിനല്ലേ? ഈ വിഡ്ഢിത്തരങ്ങളെല്ലാം ഈ കൊച്ചുമക്കൾ കേട്ട് പഠിക്കുന്നതല്ലേ? അതിന് പിന്നാലെ കേരളത്തിലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയെന്ന് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ജനസാന്ദ്രതയിൽ ഏറ്റവും മുന്നിൽ മലപ്പുറമാണത്രേ. നമുക്ക് ആലപ്പുഴ ജില്ലയും കൂടി ഏറ്റവും വലിയ ജില്ലയാണ്. ജനസാന്ദ്രത മലപ്പുറത്താണ്, പക്ഷെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയാണ്. എന്താണ് ആലപ്പുഴയുടെ ഒരു അവസ്ഥ? ഇയാൾക്ക് ആളുകളെ പരിഹസിക്കാൻ എന്ത് വ്യഗ്രതയാണ്? എന്നിട്ട് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ വിളമ്പാൻ ഇയാൾക്ക് ഒരു നാണക്കേടുമില്ലേ? യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇനി സുരേഷ് ഗോപിയോട് 2023 സെപ്റ്റംബറിൽ സർക്കാർ വിജ്ഞാപന പ്രകാരം ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അതുവരെ പാലക്കാടായിരുന്നു ഒന്നാമത്. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി മിടുക്കിയായി മാറിയത്. അപ്പം നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അടുത്ത ജനസാന്ദ്രതയിലേക്ക് കടക്കാം. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഏറ്റവും മുന്നിൽ തിരുവനന്തപുരവും, 2ാം സ്ഥാനം ആലപ്പുഴയും, 3ാം സ്ഥാനം കോഴിക്കോടും, 4ാം സ്ഥാനം മാത്രമാണ് മലപ്പുറത്തിനുമുള്ളത്. ജനസംഖ്യയുടെ കണക്കെടുക്കുമ്പോൾ മലപ്പുറമാണ് 1ാം സ്ഥാനം. അപ്പം ഇനി കുഞ്ഞുകുട്ടികളുടെ അറിവിലേക്ക്, നിലവിൽ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. കുട്ടികൾ ഈ മണ്ടന്മാരുടെ വിട്ടിത്തരങ്ങളൊന്നും കേട്ട് തെറ്റുകൾ പഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.